എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുഞ്ഞിക്കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരപ്പമാണ് ഈ ഒരു കുഞ്ഞിക്കൽത്തപ്പം. എല്ലാ ഫംഗ്ഷനൊന്നും നമ്മൾ ഈ ഒരു അപ്പം ഉണ്ടാക്കലില്ല. പ്രഗ്നൻ്റ് ആയ സമയത്ത് 7-ാം മാസം മുതൽ ഉണ്ടാക്കുന്ന ഒരപ്പമാണ്. 7-ാം മാസം കൂട്ടിക്കൊണ്ടപ്പോക്ക് അങ്ങനെയുള്ള ചടങ്ങൊക്കെ ഉണ്ട്. അതിന് മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു അപ്പമാണിത്. ഇത് നോക്കിയിട്ട് പ്രായമുള്ളവരൊക്കെ പറയും കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ. സൈഡ് നല്ല ആരെടുത്ത് ക്രിസ്പിയും അതുപോലെ ഉള്ളു നല്ല സോഫ്റ്റുമാണ് ഈ ഒരു അപ്പം. വൈകുന്നേരത്തെ ചായക്കൊപ്പം ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനും കൂടെ പറ്റിയ നല്ലൊരു അപ്പം കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഈ കുഞ്ഞിക്കൽത്തപ്പം ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നല്ലൊരു കുഞ്ഞിക്കൽത്തപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കുഞ്ഞിക്കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 കപ്പ് ജീരകശാല റൈസ് എന്ന് പറയുമ്പോൾ ബിരിയാണി നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. 150 ml കപ്പിന് അളന്നിട്ടാണ് കേട്ടോ ഞാൻ അരി എടുത്തിന്. കപ്പളവൊന്നും വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് അരിയെല്ലാം എടുത്തിന് ഏത് കപ്പിനാണോ അളന്നെടുക്കുന്നത് അതിന് നേരെ പകുതി. 2 കപ്പ് അരിക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് ചോറും ചേർത്ത് കൊടുക്കാം. ചോറ് ചേർക്കുമ്പോൾ വൈറ്റ് ചോറ് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഇതുണ്ടാക്കാൻ 2 കപ്പ് ബിരിയാണി അരി തന്നെ എടുക്കണമെന്നൊന്നുമില്ല. 1 കപ്പ് ബിരിയാണി അരിയും 1 കപ്പ് പച്ചരിയും അങ്ങനെ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. അല്ലെങ്കിൽ 1 കപ്പ് പൊന്നിയരിയും 1 കപ്പ് ജീരകശാല റൈസും എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. പൊന്നിയരിയാണ് എടുക്കുന്നതെങ്കിൽ പൊന്നിയരി ഇളം ചൂടിലെ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ജീരകശാല റൈസ് വേറെ പച്ചവെള്ളത്തിൽ കുതിർത്തി വെക്കണം. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ അരച്ചിട്ട് റെഡിയാക്കാം. അങ്ങനെ എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതാ ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിച്ചിട്ട് അരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 2 തവണയായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കുക. ഞാനിത് 2 തവണയായിട്ട് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ പകുതിയോളം അരി ഇട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം കൂടി പോകരുത്. ഞാൻ ഇപ്പം ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ അരിയാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണോളോ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. അപ്പം ഞാനിതാ ഈ ഒരു മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അരിയാൻ ചെറിയ ഉണ്ടായതുകൊണ്ട്. ഇത് അരിഞ്ഞു കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം മിക്സി ചൂടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കി ഓണാക്കി അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്താൽ മതി. അങ്ങനെ ഇതുപോലെ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ അരച്ചെടുക്കാം. അഥവാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. അരിയാൻ നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അന്നേരം കുറച്ച് വെള്ളം വീണ്ടും 1-2 ടേബിൾ സ്പൂണെല്ലാം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബാറ്റർ ഇതുപോലെയാണ് ഉള്ളത്. ഇഡ്ഡലിൻ്റെ എല്ലാം ആ ഒരു ബാറ്ററിൻ്റെ അതിനേക്കാളും കുറച്ചൊരു ലൂസില്ല കേട്ടോ, ഒരുപാട് ലൂസായി പോകരുത്. പിന്നെ ഒരപ്പം ചുട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ബാറ്റർ അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിന്. അതിൽ നിന്ന് 1/4 കപ്പ് വെള്ളം ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിന്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഉരുളിയാണ് വെച്ചിന് കേട്ടോ. എന്തെങ്കിലും അടി പരന്നിട്ടുള്ള എന്തെങ്കിലും പാത്രം വെക്കുക, നല്ല കട്ടിയുള്ള പാത്രം തന്നെ വെക്കാൻ നോക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിലായി പോകണ്ട, അന്നേരം പിന്നെ ശരിയാവില്ല. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടങ്ങ് മുങ്ങി ഫ്രൈ ആവരുത്. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ സൈഡൊക്കെ ഇതുപോലെ ആര് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഓയിൽ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ കയ്യിൽ വെച്ചിട്ടോ ഇതുപോലെ ഇങ്ങനെ തളിച്ച് കൊടുക്കുക. അപ്പോൾ മുകളിൽ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു നമ്മളിങ്ങനെ ആക്കി കൊടുക്കുന്ന ആ ഒരു ഓയിൽ തട്ടിയിട്ട് വേണം മുകൾ ഭാഗം വെന്ത് വരാനായിട്ട്. അപ്പോൾ ഓയിൽ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഒന്ന് പൊങ്ങിയിട്ടെല്ലാം വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ചെയ്യുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം എണ്ണ ഇങ്ങനെ തളിച്ച് മുകൾ ഭാഗമൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷം ഇതെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ആ ഒരു എണ്ണയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ ഇതെല്ലാം ചുട്ടെടുക്കാം. പിന്നെ ആദ്യത്തേത് ഞാൻ ചുടുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇത്ര ഷേപ്പിൽ വന്നിട്ടില്ലേനു, കുറച്ച് ഇങ്ങനെ ഉരുണ്ട് കൂടി വന്നിട്ടുണ്ടേനു. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ടാണ്
ബാറ്റർ കുറച്ചൊന്ന് ലൂസാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ആദ്യം ഒന്ന് കുറച്ച് ബാറ്റർ ഒഴിച്ച് നോക്കുക. നന്നായിട്ട് ഇങ്ങനെ പരന്ന് വരുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ട. പിന്നെ ഇത് ഇങ്ങനെ ഉരുണ്ട് കൂടി വരും. അപ്പോൾ ഇങ്ങനെ ഉരുണ്ട് വരുന്നതാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് ലൂസാക്കിയതിന് ശേഷം ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് സെയിം രീതിയിൽ തന്നെ ബാക്കി മുഴുവനും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ഫംഗ്ഷനും അതുപോലെ വൈകുന്നേരത്തെ ചായക്ക് കടിയായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു അപ്പമൊന്നുമല്ല. ഇതെന്ന് പറയുമ്പോൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോക്ക് അങ്ങനെയുള്ള ചടങ്ങൊക്കെ ഇല്ലേ, അതിനെല്ലാം ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ്. ഈ ഒരു ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അയൽവക്കക്കാരും അതുപോലെ കുടുംബക്കാരൊക്കെ കാണാൻ വരും. അന്നേരം പലഹാരങ്ങൾ എന്തായാലും കൊണ്ടുവരുമല്ലോ. അതിൻ്റെ കൂടെ ഈ ഒരു അപ്പവും അധികവും ഉണ്ടാവലുണ്ട്. ഒരു അപ്പവും അതുപോലെ ഇതിൻ്റെ കൂടെയുള്ള പണ്ടവും നോക്കിയിട്ടാണ് കുറച്ച് പ്രായമുള്ളവരൊക്കെ കുട്ടിയാണാണോ പെണ്ണാണോ എന്നെല്ലാം പറയും. അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര രസമാണ് അത് കേട്ടിരിക്കാനെല്ലാം. പിന്നെ പണ്ട് മുതലേ നമ്മളെ ചെറുപ്പകാലം മുതലേ കണ്ടുവരുന്ന ഒരു അപ്പമാണ്. ഗർഭിണികളെ കാണാൻ പോകുമ്പോൾ അതുപോലെ ആ ഒരു പരിപാടിക്കെല്ലാം ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ്. കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ ഇത് ഫേമസ് ആണ്. അങ്ങനെ മറ്റുള്ള നാട്ടിലുണ്ടോയെന്നൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും എനിക്കറിയില്ല. അപ്പോൾ അറിയുന്നതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കൊപ്പം ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു അപ്പം, ഈ ഒരു പണ്ടെല്ലാം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആഗ്രഹം തോന്നുമ്പോൾ വൈകുന്നേരത്തെ ചായക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. മുഴുവനും ഞാനിതുപോലെ ചുട്ടെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് പണ്ടവും കൂടെ റെഡിയാക്കാം. പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. കുഞ്ഞിക്കലത്തപ്പം മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പണ്ടവും കൂടെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുക. തേങ്ങൻ്റെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് ഗീൻ്റെ അളവ് കൂട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് 1 കപ്പോളം തേങ്ങ ചിരകിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ തേങ്ങാപ്പണ്ട് ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്താലും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ കടലപ്പരിപ്പ് വേവിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയെല്ലാം ഇട്ട് കൊടുക്കുക. ഞാനതൊന്നും ഇടുന്നില്ല, സാധാ ഒരു പണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും, ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റായി തേങ്ങാപ്പണ്ടം നല്ല സോഫ്റ്റായി വരും. അഥവാ സോഫ്റ്റായിട്ടില്ല, ഡ്രൈ ആയിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. 1-2 ടേബിൾ സ്പൂണോളം വെള്ളം തളിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തേങ്ങാപ്പണ്ടം റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പണ്ടം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കുഞ്ഞിക്കലത്തപ്പവും തേങ്ങാപ്പണ്ടം സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയൊരു ബൗളിലേക്ക് തേങ്ങാപ്പണ്ടം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിക്കലത്തപ്പവും വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ ചെറിയൊരു ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമാണ് ഈ ഒരു കുഞ്ഞിക്കലത്തപ്പത്തിൻ്റെ. ഞാനിതൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളെല്ലാം കാണിച്ചാൽ നന്നായിട്ട് തന്നെ ആരെടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ലൊരു കുഞ്ഞിക്കലത്തപ്പമാണ്. ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ആരെല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു തേങ്ങാപ്പണ്ടെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.